അബി അമ്മയുടെ കൂടെ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുകയായിരുന്നു. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. അമ്മയുടെ പേര് ശാരിക. അച്ഛൻ 2 വർഷം മുൻപാണ് മരണപ്പെട്ടത്. അച്ഛൻ ഉണ്ടാക്കി വെച്ച കടങ്ങളും മറ്റുമായി ജീവിക്കാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അച്ഛൻ്റെ മരണത്തിന് ശേഷം ആ വീട് ശരിക്കും തകർന്നതുപോലെയായിരുന്നു. വീട്ടിൽ കടക്കാരുടെ ശല്യവും മറ്റുമായി അവർ ജീവിക്കാൻ തന്നെ നന്നെ പൊറുതിമുട്ടി. ശാരിക ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അവരുടെ ബുദ്ധിമുട്ട് കണ്ടാണ് അബിക്ക് ഒരു ജോലി ബാംഗ്ലൂരിൽ തരപ്പെടുത്തി കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായി പഠിക്കുന്നവനായിരുന്നു അബി. അതിനാൽ തന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ അവന് ജോലി കിട്ടി. അതോടെ ആ കുടുംബം രക്ഷപ്പെട്ടു തുടങ്ങി. അവരുടെ തലവര മാറിയത് അവിടെ നിന്നായിരുന്നു. ജോലിയിൽ നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചതോടെ നല്ല സാലറിയും മറ്റും കിട്ടിത്തുടങ്ങി. ഇപ്പോഴുള്ള ചെറിയ വീട് മാറി 2 നില ഉള്ള ഒരു വീട് അവർ വാങ്ങി. 1 വർഷം കൊണ്ട് തന്നെ ആ കമ്പനിയിലെ ബെസ്റ്റ് എംപ്ലോയിയായി അവൻ മാറി. കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നുമാണ്. അബി ഇപ്പോൾ പ്രായം 26ആയി. കാണാൻ നല്ല സുന്ദര കുട്ടപ്പൻ. അത്യാവശ്യം താടിയും മീശയും ഒക്കെയുണ്ട്. അവൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. അവൻ്റെ സൗന്ദര്യം കിട്ടിയിരിക്കുന്നത് അമ്മ ശാരികയുടേതാണ്. അങ്ങനെ ആ കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്ന അബിയെ ഈ നിലയിലെത്താൻ സാമ്പത്തികമായി സഹായിച്ചതും ആ കമ്പനിയിലെ ഓണറായ ഈ കഥയുടെ നായകൻ ജോൺ കുര്യാക്കോസ് ആയിരുന്നു. ഒരു കോടീശ്വരനാണ് അയാൾ. ഈ കമ്പനി അല്ലാതെ വേറെ പല കമ്പനികളും അയാൾക്കുണ്ടായിരുന്നു. ചെറുതും വലുതുമായ എല്ലാ കമ്പനികളിലും അയാൾക്ക് പിടിപാടുണ്ടായിരുന്നു. അയാളുടെ ഒരു ബ്ലാക്ക് മാർക്ക് കിട്ടിയാൽ തന്നെ പിന്നെ മറ്റൊരിടത്തും ജോലി കിട്ടുകയുമില്ല. അത്രയും പിടിപാടായിരുന്നു അയാൾക്ക് അബിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വന്നിട്ട് 1 വർഷം കൊണ്ട് തന്നെ അബി ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിയവനാണ്. പിന്നെയുമല്ല, അവൻ ആള് നല്ല വിശ്വസ്തനായിരുന്നു. അബിക്കും തിരിച്ച് അയാളോട് ഒരുപാട് നന്ദിയുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു, പെണ്ണ്. അതെ, അയാൾക്ക് അത്തരത്തിലുള്ള മനസ്സായിരുന്നു. പെണ്ണുങ്ങളോട് ഒരു വല്ലാത്ത ഇഷ്ടമാണ് അയാൾക്ക്. അത് തന്നെയായിരുന്നു അബിയുടെയും പ്രശ്നം. ജോലി കഴിഞ്ഞാൽ അതേ കമ്പനിയുടെ മുകളിൽ അയാൾക്ക് പ്രൈവറ്റ് റൂം തന്നെയുണ്ട്. ഇടയ്ക്കൊക്കെ അവിടെയുള്ള സമയത്ത് അയാൾ അബിയും കൂട്ടി പ്രൈവറ്റ് റൂമിൽ ചെന്ന് അയാൾ അനുഭവിച്ച പെണ്ണുങ്ങളുടെ കഥ പറയും. ഇത് തന്നെയായിരുന്നു അങ്ങേരുടെ പണി. അബിക്ക് അതൊന്നും ഇഷ്ടമല്ലെങ്കിലും അയാളെ പിണക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് അവൻ കേട്ടിരിക്കും. ഇനി ജോണിയെക്കുറിച്ച് പറയാം. ഒരു 50-55 വയസ്സ് പ്രായം. നല്ല തടിച്ച ശരീരമാണെങ്കിലും നല്ല ഫിറ്റാണ്. മുടി നെറ്റി കയറിയിട്ടുണ്ട്. കറുത്ത ശരീരം, സാൾട്ട് ആൻഡ് പെപ്പർ ലുക്ക്, താടി മീശയും. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും പെണ്ണുങ്ങളെ വീഴ്ത്താൻ അയാൾക്ക് അപാര കഴിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാനഡയിലേക്ക് ഒരു ബിസിനസ് ടൂറുമായി പോയ ജോണി അന്ന് അവിടെ ലാൻഡ് ചെയ്തു. ജോലി കഴിഞ്ഞ് പെട്ടെന്ന് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അബിക്ക് കൃത്യസമയത്ത് തന്നെ ജോണിയുടെ കോൾ വന്നത്. ഹലോ, നീ എവിടെയോ? ഞാൻ ദേ ഇറങ്ങാൻ നിൽക്കുവാണ് സാർ. കം ടു മൈ റൂം. അയാൾ അത് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഇനി വിളിച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ അത് മതി അയാൾക്ക് താനുമായി ഉടക്കാൻ. അബി പതിയെ സ്റ്റെപ്പ് കയറി റൂമിലേക്ക് ചെന്നു. അവൻ ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോൾ സോഫയിൽ ലാപ്ടോപ്പിൽ ആരോടോ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു ജോണി. അത് അയാളുടെ ഏതെങ്കിലും സെറ്റപ്പ് ആയിരിക്കുമെന്ന് അവന് മനസ്സിലായി. നീ പറഞ്ഞില്ലേ അബിയെ കാണണമെന്ന്? ദാ അവൻ ഇവിടെയുണ്ട്. അതും പറഞ്ഞ് അയാൾ ലാപ്ടോപ്പ് അവൻ്റെ നേർക്ക് തിരിച്ചു. അതിൽ അതിസുന്ദരിയായ ഒരു പെണ്ണ്. തൻ്റെ പ്രായമേ ഉണ്ടാവുകയുള്ളൂ. അല്പവസ്ത്രധാരിയാണ്. അത് കണ്ടതും അബി ഒന്ന് പരുങ്ങി. പെട്ടെന്ന് ഇങ്ങനൊരു കാഴ്ച അവൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവന് ഇത്തരം കാര്യങ്ങളോടൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ജോണി പെട്ടെന്ന് അങ്ങനെ കാണിച്ചപ്പോൾ അവന് അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ജോണി പറഞ്ഞു, അബി, ഇതാണ് റോസ് മരിയ. അത് പറഞ്ഞതും അവൾ പറഞ്ഞു, ഹായ് അബി. ഹായ്. അത്ര താല്പര്യത്തോടെയായിരുന്നില്ല അവൻ്റെ സംസാരം. എന്താടോ, മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ? അവൻ്റെ മുഖം കണ്ടപ്പോൾ റോസ് മരിയ ചോദിച്ചു. ഏയ്, അതിന് ഇതിലൊന്നും താല്പര്യമില്ലടി. അയാൾ വീണ്ടും അവന് നേരെ ലാപ്ടോപ്പ് തിരിച്ചു. പിന്നെ അയാൾ കുറച്ചുനേരം ഇരുന്ന് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾ അബിയെ നോക്കുന്നത്. നീ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത്? ഇവിടെ ഇരിക്കടാ. അവൻ എതിരെയുള്ള സോഫയിലിരുന്നു. സാർ, ഞാൻ പോയിക്കോട്ടെ. ഇന്ന് ജോലി കൂടുതലായിരുന്നു. വല്ലാത്ത ക്ഷീണം പോലെ.
ഉം, അതെന്താടാ, ക്ഷീണം മാറ്റണമെങ്കിൽ ദാ ഇത് കഴിച്ചോ. ഏയ് വേണ്ട സാർ, സാറിന് അറിയാലോ. ആ, എന്നാൽ നീ ഇവിടെ ഇരിക്ക്, എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. ഉം, മനസ്സോടെ അവൻ അവിടെ ഇരുന്നു. പിന്നെ ആ പുതിയതായി വന്ന പെണ്ണ് എങ്ങനെയുണ്ടടാ? ഏതാ സാർ? ഹാ, നമ്മുടെ ഓഫീസിൽ പുതിയതായി ജോയിൻ ചെയ്ത ആ പെണ്ണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് വന്നപ്പോഴാ കണ്ടേ. ഓ, ആ കുട്ടിയോ? ഉം, വന്നിട്ടല്ലേ ഉള്ളൂ സാർ. നന്നായി ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഉം, എന്താ അവളുടെ പേര്? ശ്വേത. ആ, കൊള്ളാം, നല്ല സൂപ്പർ ചരക്കാണ്. അത് പറഞ്ഞതും അബിക്ക് അത് അത്ര ഇഷ്ടമായില്ല. കാരണം അവനും അവളും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നന്നായി അടുത്തിരുന്നു. മാത്രവുമല്ല, അവന് അവളോട് ചെറിയ ക്രഷൊക്കെ ഉണ്ട്. പിന്നെ അയാളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് അവനൊന്നും മിണ്ടിയില്ല. ഓ, എന്ത് സൗന്ദര്യമാണ് അവൾക്ക്! ചുരിദാറിൽ തള്ളി നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്! സാറിന് എപ്പോഴും ഇത് തന്നെയാണോ ചിന്ത? ആ, പിന്നെ നമ്മൾ ഇതിനും കൂടി വേണ്ടിയല്ലടാ ജീവിക്കുന്നേ. നല്ല സൗന്ദര്യം കണ്ടാൽ ഞാൻ നോക്കും. നോക്കുക മാത്രമല്ല, നിനക്കറിയാലോ എൻ്റെ കാര്യം. അതും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് അയാളുടെ ചോദ്യം, അല്ല, നിനക്കിതിനോട് വല്ല പ്രശ്നവുമുണ്ടോ? ഏയ്, എനിക്കെന്ത് പ്രശ്നം? ഇനി അയാളോട് അത് പറയാൻ പോയിട്ട് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ അവൻ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിച്ച് പിന്നെ ലേറ്റ് ആയപ്പോൾ നേരെ അവൻ്റെ റൂമിലേക്ക് വിട്ടു. ഓഫീസിൽ നിന്നും കഷ്ടിച്ച് 1 കിലോമീറ്റർ മാത്രമേ റൂമിലേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ. വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഫോണിൽ അമ്മ ശാരികയെ വിളിച്ചു. എല്ലാ ദിവസവും പതിവുള്ളതാണ് ഈ വിളി. ഒരു കാമുകിയെ വിളിക്കുന്ന പോലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നേരം കുറെ കഴിഞ്ഞാണ് അവർ കിടക്കാറുള്ളത്. പിന്നെ ജോണി, അയാൾ അവിടെ നിന്നും നേരെ അയാളുടെ വീട്ടിലേക്ക് വിട്ടു. അയാളുടെ ലക്ഷറി കാറായ BMW കാറിൽ പതിവ് പോലെ തന്നെ സെക്യൂരിറ്റിയെ വായിൽ തോന്നിയത് വിളിച്ച് അയാൾ കാർ പോർച്ചിലേക്ക് കാർ പാർക്ക് ചെയ്തു. കാർ ലോക്ക് ചെയ്ത് വീട്ടിലേക്ക് നടന്ന് അയാൾ കോളിംഗ് ബെൽ അടിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഡോർ തുറന്നു. ഡോറിനപ്പുറത്തായി ജോണിയുടെ ഭാര്യ രേഷ്മ ജോണി. ആള് നല്ലൊരു ആറ്റം ചരക്കാണ്. നമ്മുടെ നടി വിദ്യാ ബാലനെ പോലിരിക്കും. അതേ ഷേപ്പും സ്ട്രക്ചറും. ജോണി ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അവളെയും കൂട്ടിയിട്ട് പോകാറുണ്ട്. അപ്പോൾ പയ്യന്മാർ മുതൽ കിളവന്മാർ വരെ അവളെ നോക്കിപ്പോകും. പക്ഷേ എന്തൊക്കെയുണ്ടായിട്ട് എന്താ കാര്യം? ജോണിക്ക് ഇപ്പോൾ അവളോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ രേഷ്മ ഒരു പാവമാണ്. എപ്പോഴും ജോണിയുടെ താഴെയാണ് അവൾ. ഒന്നും പറയത്തില്ല. പിന്നെ രേഷ്മ ജോണി ദമ്പതികൾക്ക് 2 മക്കളാണ്. ഒരാണും ഒരു പെണ്ണും. മൂത്തവൾ ലിഡിയ, താഴെയുള്ളവൻ ഇവാൻ. മൂത്തവളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. ഇനി കഥയിലേക്ക് വരാം. രേഷ്മ ഒരു റെഡ് കളർ നൈറ്റ് ഡ്രസ്സാണ് വേഷം. ഒരു ബേബി ഡോൾ നൈറ്റ് ഡ്രസ്. അതിന് മുകളിലൂടെ ഒരു കോട്ടും. അത് അരയിൽ കെട്ടിവെച്ചിരിക്കുന്നു. കല്യാണത്തിന് മുൻപൊന്നും രേഷ്മയ്ക്ക് മോഡേൺ ഡ്രസ്സ് ഇടുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷേ എന്ന് കല്യാണം കഴിഞ്ഞുവോ അതിനുശേഷം അവൾ ഇടാത്ത വേഷങ്ങളില്ല എന്ന് പറയാം. അങ്ങനെ അയാൾ അകത്തേക്ക് കയറി. ഇച്ചായൻ കഴിച്ചോ? ഞാൻ കഴിച്ചോ എന്ന് നിനക്കറിയത്തില്ലേടി? അതല്ല, ഭക്ഷണം കഴിച്ചോ എന്ന്. ഓ, എനിക്കൊന്നും വേണ്ട നിന്റെ ഒന്നിനും കൊള്ളാത്ത ഫുഡ്. പിന്നെ അയാൾ അവളെ അടിമുടി ഒന്ന് നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലുള്ളപ്പോൾ ഈ ഓവർകോട്ട് വേണ്ട എന്ന്? അയച്ചു കളയടി. അത് പിന്നെ ഇച്ചായ അയക്കാനാ പറഞ്ഞ്. അങ്ങനെ രേഷ്മ അത് അയച്ചു വെച്ചു. പിന്നെ നീ ഇന്ന് ആരുടെയൊക്കെ കൂടെ പോയി? തോട്ടക്കാരൻ കണാറിൻ്റെ കൂടെയാണോ അതോ സെക്യൂരിറ്റി ജോസിൻ്റെ കൂടെയാണോ? അയാൾ അവളോട് കുറച്ച് അപമാനിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. പക്ഷേ ഇതൊക്കെ അവൾക്കിപ്പോൾ സ്ഥിരമായി. എന്താ ഇച്ചായ ഇത്? എന്താടി, നിന്നെ അവന്മാർ നോക്കി വെള്ളമിറക്കാറില്ലേ? നീ അവരോടൊക്കെ പഞ്ചാര അടിക്കാറില്ലേ? അത് കേട്ട് അവൾ ഒന്നും പറയാതെ തല കുനിച്ചു നിന്നു. ശരിയാണ്, അവൾ അവരോടൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ജോണി പറഞ്ഞ ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. ഇച്ചാൻ കിടക്കുന്നില്ലേ? ആ, കിടക്കാം. നീ പോയി കിടന്നോ, എനിക്ക് ഒരാളെ വിളിക്കാനുണ്ട്. അവൾക്കത് മനസ്സിലായി ആരെയാണ് വിളിക്കാൻ പോകുന്നതെന്ന്. വേറെ ആരാ? ജിൻസിയെ തന്നെ. ജിൻസി രേഷ്മയുടെ സുഹൃത്താണ്. പക്ഷേ സുഹൃത്തെന്നൊക്കെ പറഞ്ഞിട്ടെന്താ, ഒരു കാര്യവുമില്ല. ജിൻസി കാണാൻ നല്ല സുന്ദരിയാണ്. അവൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അധികം വൈകാതെ തന്നെ ഡിവോഴ്സായി ഇപ്പോൾ ഫ്രീ ബേർഡായി നടക്കുവാണ്. അങ്ങനെ പിറ്റേന്ന് അബി പതിവ് പോലെ ഓഫീസിലെത്തി.
കുറച്ച് കഴിഞ്ഞ് ശ്വേതയും വന്നു. ഒരു മഞ്ഞ നിറത്തിലുള്ള സ്ലീവ്ലെസ് ചുരിദാറും മഞ്ഞ നിറത്തിലുള്ള ഷാളുമുണ്ട്. ഷാളുണ്ടെങ്കിലും ശ്വേതയുടെ ആ സൗന്ദര്യം എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലായി ഒരു ID കാർഡും. പക്ഷേ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ശ്വേതയുടെ ഐശ്വര്യം തുളുമ്പുന്ന മുഖം മാത്രമാണ് അവൻ്റെ മനസ്സിലുണ്ടായത്. അവൻ അവളെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൾ തിരിച്ചും ഒരു നിറപുഞ്ചിരിയോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവർ കുറച്ചുനേരം സംസാരിച്ചു. അപ്പോഴേക്കും ജോണി അങ്ങോട്ടേക്ക് വന്നു. അയാൾ ശ്വേതയെ ഒന്ന് നോക്കി, എന്നിട്ട് അയാളുടെ ക്യാബിനിലേക്ക് ചെന്നു. അന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ജോണി ഉച്ചയ്ക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്നത്. പക്ഷേ പോകുന്നതിന് മുൻപ് അബിയെ അയാൾ കുറേ ജോലികൾ ഏൽപ്പിച്ചിരുന്നു. പിന്നെ അബി ജോലിയുടെ കാര്യത്തിൽ നൈസായതുകൊണ്ട് അവൻ ആ ജോലികളൊക്കെ തിരക്കിലായി. നല്ല കടുപ്പമുള്ള വർക്കായിരുന്നു അയാൾ അവനെ ഏൽപ്പിച്ചത്. അവൻ പരമാവധി ചെയ്തു തീർക്കാൻ നോക്കി, എങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് സ്ട്രെസ് അനുഭവപ്പെട്ടപ്പോൾ അവൻ വെറുതെ ഫോൺ എടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞു വന്നത് അവൻ്റെ അമ്മയുടെ ഫോട്ടോ ആയിരുന്നു. വയസ്സ് 10-46 വളരെ സുന്ദരിയാണ് ശാരിക. അമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് നല്ല എനർജി കിട്ടിയതുപോലെയായി. അവൻ വർക്ക് വീണ്ടും തുടർന്നു. അങ്ങനെ സമയം കടന്നുപോയി. ഓഫീസ് കയ്യാറായപ്പോഴാണ് അവൻ്റെ വർക്ക് കഴിഞ്ഞത്. അവൻ ഓഫീസിൽ നിന്നും ഇറങ്ങവേ പെട്ടെന്ന് ജോണി മുന്നിൽ. ഓ ദൈവമേ, പെട്ടുപോയല്ലോ, അവൻ മനസ്സിൽ പറഞ്ഞു. ആഹാ, നിന്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞതേയുള്ളോ? ഞാൻ കരുതി നീ പോയി കാണുമെന്ന്. ഞാൻ പോകാൻ പോകുക സാർ. എന്നാ പോണ്ട, നീ വാ, എനിക്കൊരു കമ്പനി താ. അതും പറഞ്ഞ് അയാൾ മുകളിലേക്ക് നടന്നു പോയി. അയാളെ മനസ്സിൽ പ്രാവിക്കൊണ്ട് അവനും പിന്നാലെ ചെന്നു. അയാൾ പതിവ് പോലെ തന്നെ കഥ പറച്ചിൽ തുടങ്ങി. അയാൾ ഓരോരുത്തരെ സെറ്റാക്കിയത് തന്നെയാണ് കഥാവിഷയം. അങ്ങനെ കുറേ നേരം അയാൾ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബിയുടെ ഫോണിലേക്ക് ശാരികയുടെ കോൾ വന്നു. അവൻ അമ്മയുടെ ഫോട്ടോ കോൾ വരുമ്പോൾ വരുന്ന പോലെ സെറ്റാക്കി വെച്ചിരുന്നു. അവൻ ഫോൺ ടാബിലാണ് വെച്ചിരുന്നത്. അത് അയാൾ കാണുകയും ചെയ്തു. ജോണിയുടെ കണ്ണുകൾ വിടർന്നു. നല്ല സുന്ദരി പെണ്ണ്. അയാൾ വല്ലാത്ത തീക്ഷ്ണതയോടെ അതിലേക്ക് നോക്കി. എന്നാൽ അതിൽ അമ്മ എന്നെഴുതിയത് അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. സാർ, ഒരു മിനിറ്റ്, അതും പറഞ്ഞ് അബി ഫോൺ എടുത്തുകൊണ്ട് കുറച്ച് ദൂരെ പോയി സംസാരിച്ചു. ജോണി അപ്പോഴേക്കും ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിരുന്നു. എന്നാലും അയാളുടെ സ്വബോധമൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് അബി തിരികെ വന്നു. തൻ്റെ ലൈഫിലെ ഒരു മോശം ടേണിംഗ് പോയിൻ്റാണ് ഇപ്പോൾ നടന്നത് എന്ന് അവന് അപ്പോൾ അറിയുമായിരുന്നില്ല. ആരാടാ വിളിച്ചേ? ഏതാ ആ സാധനം? നല്ല സുന്ദരിയാണല്ലോ. അത് കേട്ടതും അബി ഒന്ന് ഞെട്ടി. അവനൊന്ന് പേടിച്ചു. ഹോ ദൈവമേ, ഇയാൾ അമ്മയുടെ ഫോട്ടോ കണ്ടോ? അവൻ മനസ്സിൽ ചിന്തിച്ചു. അവന് നന്നായിട്ട് അറിയാമായിരുന്നു ജോണിൻ്റെ സ്വഭാവം. സർ, അത് എൻ്റെ അമ്മയാണ്. അത് കേട്ടതും അയാളുടെ കണ്ണുകൾ ഒന്നുകൂടി തിളങ്ങി. ഉഫ്, ഇവന് ഇത്രയും നല്ല സുന്ദരിയായ അമ്മയോ? അയാളുടെ മനസ്സിലൂടെ ആ വാചകങ്ങൾ കടന്നുപോയി. ആഹാ, നിൻ്റെ അമ്മയാണോ അത്? എന്താ അവളുടെ പേര്? അത് സർ, പിന്നെ ഹാ പറയടാ, പേരല്ലേ ചോദിച്ചുള്ളൂ. ശാരിക. കൊള്ളാലോ, നല്ല പേര്. നിനക്ക് ഇത്രയും നല്ല സുന്ദരിയായ അമ്മ ഉണ്ടോ? സത്യം പറയടാ, അതാരാ? നിന്റെ രഹസ്യ കാമുകിയാണോ? അത് കേട്ടപ്പോൾ അവനാകെ വല്ലാതായി. തൻ്റെ അമ്മയാണ് അയാൾ രഹസ്യ കാമുകിയാണോ എന്ന് ചോദിച്ചത്. സാർ, അല്ല സാർ, അതെൻ്റെ അമ്മയാണ്. ഒന്ന് പോടാ. എന്നാലൊന്ന് കാണിച്ചേ നിൻ്റെ അമ്മയെ, ഞാൻ നോക്കട്ടെ അത് നിൻ്റെ അമ്മ തന്നെയാണോ അതോ നിൻ്റെ രഹസ്യ കാമുകിയാണോ എന്ന്. അത് പിന്നെ സാർ, അങ്ങനെയൊന്നും പറയില്ലേ. ഹാ, നീ ഒന്ന് കാണിക്കടാ. എന്നാൽ ഞാനും കൂടി കാണട്ടെ നിൻ്റെ അമ്മയെ. അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു വഷളൻ ചിരി ഉണ്ടായിരുന്നു. അബി അവിടെ നിന്നും പരുങ്ങി. എടാ, ഒന്ന് കാണിക്കാനല്ലേ പറഞ്ഞുള്ളൂ, നീ കാണിക്കുന്നുണ്ടോ ഇല്ലയോ? അയാൾ ഇച്ചിരി ഗൗരവത്തോടെ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ തളർന്നതുപോലെയായി. ഒന്നാമത് ജോണി അവനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്, സാമ്പത്തികമായും അല്ലാതെയും. രണ്ടാമത് അവന് കുറച്ച് കടങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ താൻ അയാൾക്ക് എതിരായി സംസാരിക്കുകയാണെങ്കിൽ തൻ്റെ ജോലിയും പോകും. പിന്നെ കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ചിന്തിച്ച് ഇയാൾക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന ചിന്തയായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സ്. ഡാ, പെട്ടെന്നുള്ള അയാളുടെ വിളിയിൽ നിന്നുമാണ് അവൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. അവൻ മനസ്സില്ലാ മനസ്സോടെ ഗാലറി ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി.
ജോണി അത് വാങ്ങി സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾ വീണ്ടും തിളങ്ങി. അയാളുടെ കണ്ണിലേക്ക് പല വികാരങ്ങളും ഇരച്ചു കയറി. എന്തൊരു സൗന്ദര്യം! നല്ല വെളുത്ത മുഖം, പേടമാൻ കണ്ണുകൾ. അയാൾ ഫോട്ടോ സൂം ചെയ്ത് എല്ലാം സൂക്ഷ്മമായി വീക്ഷിച്ചു. ശാരികയെ ഒന്ന് കണ്ടപ്പോൾ തന്നെ ഉറങ്ങിക്കിടന്ന അയാളുടെ മനസ്സ് ഒന്ന് ഉണർന്നു. ആദ്യമായിട്ടാണ് അയാൾക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നത്. ഉഫ്, എന്തൊരു സൗന്ദര്യമാടാ! ഓ, നിന്റെ അമ്മ ആള് നല്ല സുന്ദരിയാട്ടോ. അത് കേട്ടപ്പോൾ അബി ഒന്ന് ഞെട്ടി. തൻ്റെ അമ്മയെക്കുറിച്ച് അയാൾ ഇങ്ങനെ പറഞ്ഞത് അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എന്നാലും അവന് അയാളോട് ദേഷ്യപ്പെടാനാകുമായിരുന്നില്ല. സർ, മതി എന്നും പറഞ്ഞ് അവൻ ഫോൺ വാങ്ങാൻ നിന്നതും പെട്ടെന്ന് അയാൾ ഫോൺ മാറ്റി. ഒന്ന് നോക്കട്ടേടാ, എൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കാറായോ നീ? എന്നാൽ ഒന്ന് കാണട്ടെ. പക്ഷേ അതൊന്നും അയാളുടെ ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അയാൾ മറ്റ് ഫോട്ടോസ് കൂടെ നോക്കി. ചുരിദാറിലും സാരിയിലും നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം അയാളെ ഭയങ്കര ഉന്മേഷഭരിതനാക്കി. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഡാ, എനിക്ക് ശാരികയെ കണ്ടിട്ട് എന്തൊക്കെയോ തോന്നുക. അപ്പോൾ നിനക്കറിയാലോ കാര്യങ്ങൾ. അതും പറഞ്ഞ് അയാൾ ഒരു വല്ലാത്ത ചിരി ചിരിച്ചു. അബി പറഞ്ഞു, ഇല്ല സർ, അതൊന്നും പറ്റില്ല. എന്താ പറ്റില്ലെന്നോ? പറ്റില്ലേ നിനക്ക്? എന്നാൽ നീ ഈ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്ത് പോയിക്കോളൂ. പിന്നെ നിനക്ക് പലപ്പോഴായി തന്ന പണം എനിക്ക് തിരികെ തരികയും വേണം. ഞാൻ എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവനാകെ തളർന്നു. തൻ്റെ ബോസ് ക്യാഷ് തന്നെ സഹായിച്ചപ്പോൾ പിന്നീട് ഇങ്ങനെ ഒരു ചതി വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നുപോയി. ഈ ജോലി തനിക്ക് അത്യാവശ്യമാണ്. ജോണിനെ പിണക്കിയാൽ പിന്നെ വേറെ നല്ലൊരു ജോലി ഒരു കമ്പനിയിലും കിട്ടില്ല. അവനാകെ ആശയക്കുഴപ്പത്തിലായി. എന്താ, നീ പേടിക്കുകയൊന്നും വേണ്ടാട്ടോ. ഞാൻ ആ ക്യാഷ് തിരിച്ച് ചോദിക്കില്ല. പിന്നെ ഈ ജോലി നിന്ന് നിന്നെ പിരിച്ചുവിടാനും പോകുന്നില്ല. പക്ഷേ നീ സമ്മതിക്കണം. അതിന് പകരമായി നിനക്ക് എന്ത് വേണം? ഇവിടെ മറ്റ് എംപ്ലോയീസ് കൊതിക്കുന്ന ആ മാനേജർ പോസ്റ്റ്, അത് ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നു. മാനേജർ പോസ്റ്റ് എന്ന് കേട്ടപ്പോൾ അവൻ ജോണിനെ ഒന്ന് തലയുയർത്തി നോക്കി. ഇവിടെ ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല. അതിനു മുൻപേ തന്നെ മാനേജർ പോസ്റ്റ് കിട്ടുമെന്നത് ഒരുപാട് വലിയ കാര്യമാണ്. ഇതിനേക്കാൾ മികച്ച സ്ഥാനവും സാലറിയും കിട്ടും. പക്ഷെ അതിന് പകരമായി അത് അവന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അപ്പോൾ എന്ത് പറയുന്നു അബി? അപ്പോഴാണ് അവൻ ആലോചനകളിൽ നിന്നും ഉണരുന്നത്. അത് സാർ, എനിക്കൊന്ന് ആലോചിക്കണം. പെട്ടെന്ന് അവൻ്റെ വായിൽ നിന്നും അങ്ങനെയാണ് പറഞ്ഞത്. ശരി, എന്നാ നീ ആലോചിക്ക്. എന്നിട്ട് നാളെ തന്നെ ഒരു തീരുമാനം പറ. അപ്പോൾ ശരി, നീ പോയിക്കോ. പോയി നല്ലോണം ആലോചിക്ക്. പോകുന്നതിന് മുൻപ് ശാരികയുടെ ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്തിട്ട്. അത് വേണോ സാർ? ഒന്ന് അയക്കടാ, ഞാൻ ഒന്ന് കണ്ടോട്ടെ. അത്രയല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് അയാൾ ചിരിച്ചു. മറ്റ് വഴിയില്ലാതെ അവൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തു. എന്നിട്ട് നിർവികാരനായി അവിടെ നിന്നും അവൻ്റെ റൂമിലേക്ക് യാത്രയായി. അവൻ വല്ലാത്ത വിഷമവും ദേഷ്യവും എല്ലാം ഉൾക്കൊണ്ടാണ് റൂമിലേക്ക് എത്തിയത്. അവൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. ഇല്ല, തനിക്കത് പറ്റില്ല. തന്നെക്കൊണ്ട് അത് സാധിക്കില്ല. എന്തായാലും നാളെ തന്നെ അതിന് സമ്മതമല്ലെന്ന് സാറിനോട് പറയണം. പക്ഷെ പിന്നീട് അവൻ്റെ മനസ്സിലേക്ക് മാനേജർ പോസ്റ്റും നല്ല സാലറിയും നല്ല ജീവിതവും കല്യാണവും പെണ്ണും കുട്ടികളും അങ്ങനെ പലതും കടന്നു വന്നു. ഇത് സമ്മതിച്ചില്ലെങ്കിൽ അതെല്ലാം നഷ്ടമാകും. പിന്നെ നാട്ടിൽ ഏതെങ്കിലും ചെറിയ പണികൾ ചെയ്ത് ജീവിക്കേണ്ടി വരും. അതൊന്നും കടക്കാരുടെ കടം വീട്ടാൻ ഒരിക്കലും തികയുകയുമില്ല. പിന്നെ കടക്കാർ വീട്ടിലോട്ട് കയറിയിറങ്ങും. ജീവിതം ദുരന്തമാകും. ഇല്ല, അതിനൊന്നും താൻ ഒരുക്കമല്ല. അവസാനം അവൻ ആ ഒരു കാര്യം തീരുമാനിച്ചു. തനിക്ക് സമ്മതമാണെന്ന് സാറിനോട് പറയുക. അതെ, അല്ലാതെ തൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. അവൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. അങ്ങനെ പിറ്റേന്ന് അവൻ എല്ലാത്തിനും തയ്യാറായി ഓഫീസിലേക്ക് ചെന്നു. പക്ഷെ അവന് ഒരു സംശയമുണ്ടായിരുന്നു. പാവമായ ശാരിക, അതും ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ശാരികയെ എങ്ങനെ ഇയാൾ വളച്ചെടുക്കുമെന്ന്. അങ്ങനെ പല ചിന്തകളുമായാണ് അവൻ വർക്ക് തുടങ്ങിയത്. ശ്വേത പലപ്പോഴും അവനോട് സംസാരിക്കാൻ വന്നെങ്കിലും അതിനുള്ള മാനസികാവസ്ഥ അവനില്ലായിരുന്നു. അങ്ങനെ സമയം കടന്നുപോയി. രാത്രി വർക്ക് കഴിയേണ്ട സമയമായി. അപ്പോഴേക്കും അവൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു.